മാരാമൺ കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ക്ഷണമില്ല. വി ഡി സതീശന് മാരാമൺ കൺവെൻഷനിൽ ക്ഷണം എന്ന രീതിയിൽ സതീശൻ അനുകൂലികൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. മന്നം ജയന്തി ആഘോഷത്തിൽ നിന്ന് NSS സതീശനെ ഒഴിവാക്കിയ ഘട്ടത്തിലായിരുന്നു ആ പ്രചാരണം. 130ാമത് മാരാമൺ കൺവെൻഷനിൽ വി ഡി സതീശൻ പങ്കെടുക്കുമെന്നായിരുന്നു പ്രചരണം. പ്രതിപക്ഷ നേതാവിന്റെ അനുകൂലികൾ തന്നെ കൺവെൻഷനിൽ സതീശൻ പങ്കെടുക്കുമെന്ന PR വർക്കും നടത്തി. കൺവെൻഷന്റെ ചരിത്രത്തിൽ അപൂർവമായി പ്രസംഗിക്കാൻ രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിച്ചിട്ടുള്ളൂവെന്ന് സതീശന്റെ ഓഫീസിൽ നിന്ന് തന്നെ ചിലർ ഇത് സംബന്ധിച്ച കുറിപ്പ് തയ്യാറാക്കി വിവിധ മാധ്യമങ്ങൾക്ക് അയച്ചിരുന്നു. കൺവെൻഷന്റെ ഭാഗമായി യുവജനവേദിയിൽ പങ്കെടുക്കുന്നവരുടെ സാധ്യതാ പട്ടികയിൽ മാത്രമാണ് സതീശൻ ഇടം പിടിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആശയവിനിമയമാണ് പ്രതിപക്ഷ നേതാവ് മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കും എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചത്. സാധ്യതാ പട്ടികയിൽ 5 പേരുകളായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ അന്തിമ പട്ടികയിൽ സതീശനെ ഒഴിവാക്കി 3 പേരെയാണ് സഭ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വി ഡി സതീശനെ ക്ഷണിച്ചിരുന്നില്ല എന്ന് സഭയും വ്യക്തമാക്കുന്നു. മാരാമൺ കൺവെൻഷനുമായി സഭയുടെ അനുമതിയില്ലാതെ വാർത്തകൾ പ്രചരിപ്പിച്ചതിൽ സഭാ നേതൃത്വം കടുത്ത അസംതൃപ്തിയിലാണ്. യുവജനവേദിയിൽ നിന്ന് സതീശനെ ഒഴിവാക്കിയതിനു പിന്നിലും സഭാ നേതൃത്വത്തിന്റെ അസംതൃപ്തി തന്നെയാണ്. ക്രൈസ്തവ സഭകൾ വി ഡി സതീശനെ കൂടുതൽ അംഗീകരിക്കുന്നുവെന്ന് സതീശൻ അനുകൂലികളുടെ പ്രചരണമാണ് ഇതോടെ പൊളിഞ്ഞത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.